തൃശൂർ കുന്നംകുളത്ത് നിന്നാണ്. അത് കാറിൽ സഞ്ചരിക്കുന്നതിനിടെ 55-കാരന് സൂര്യാതപമേറ്റു എന്നതാണ് വാർത്ത. കടപ്പുറം അഴിമുഖം സ്വദേശി മധുവിനാണ് സൂര്യാതപമേറ്റത്. ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി. പ്രതികരണമുണ്ട്, കേൾക്കാം. കാറിന് പോയി AC ഇട്ടുണ്ടായിരുന്നില്ല, ഗ്ലാസ് തുറന്നിട്ടിട്ട് പോയി. അവിടെ ചെന്ന് വടക്കാഞ്ചേരി റോഡിലേക്ക് കുന്നംകുളത്ത് നിന്ന് അങ്ങോട്ട് തിരിഞ്ഞുള്ളൂ. അവിടത്തേനും വയറിൻ്റെ ഈ സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ ഇവിടെ മാത്രം ഇങ്ങനെ പൊള്ളല് ഒരു ചുട്ട് കത്തൽ തുടങ്ങി. അങ്ങനെ ഞാൻ ഗ്ലാസ് കയറ്റി എല്ലാവരും ഗ്ലാസ് കയറ്റാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ AC ഇട്ടു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് എനിക്കിങ്ങനെ ചുട്ട് നീറ്റൊന്നും നിൽക്കണില്ല. ഈ സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ ചുട്ട് കത്തിക്കൊണ്ടിരിക്കുക, ഈ സൈഡ് മാത്രം. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് തൃശ്ശൂരിൽ നിന്നും. ശ്രീജിത്ത്, ഇവര് കാറിന്റെ ഡോറുകൾ താത്തിയിട്ടാണ് യാത്ര ചെയ്തത്. അതാണ് ഇത്തരത്തിലൊരു സൂര്യാതപം ഏൽക്കാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. കാറിനുള്ളിൽ പോലും രക്ഷയില്ലെന്നാണോ ഈ കനത്ത ചൂട്? നമ്മൾ അങ്ങനെ തന്നെ വേണം നമ്മൾ കരുതാൻ. കാരണം ഇന്ന് രാവിലെ ഒരു പാമ്പ് കടിയേറ്റ ചികിത്സയിൽ കഴിയുന്ന ഒരാളെ കാണാൻ പോവുകയായിരുന്നു. അങ്ങനെയാണ് വടക്കാഞ്ചേരി റോഡിലേക്ക് ഇവർ കുന്നംകുളത്തുനിന്ന് തിരിയുന്നത്. ആ സമയത്താണ് കാറിന്റെ AC ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം AC ഓഫ് ചെയ്ത് ഗ്ലാസ് എല്ലാം തുറന്നിട്ടിരിക്കുകയായിരുന്നു. 10:15 കൂടിയാണ് ആ ഒരു സംഭവം നടക്കുന്നത്. പെട്ടെന്ന് തന്നെ വയറിൽ ഇത്തരത്തിൽ അസ്വസ്ഥത തോന്നിയപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കി. അപ്പോഴാണ് അവിടെ വലിയ തോതിൽ നീർക്കെട്ട് പോലെ അല്ലെങ്കിൽ പൊള്ളച്ച് നിൽക്കുന്നത് പോലെ മനസ്സിലായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഈ കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണം എന്നതാണ് ഈ ഒരു വാർത്ത ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അതാണ്, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലൊക്കെ കനത്ത ചൂടാണ്. അപ്പോൾ അങ്ങനെ കൂടി ശ്രദ്ധിക്കണം ഇനി എന്നുള്ളതാണ്. കാറിൽ നമ്മൾ AC ഇട്ട് കഴിയുന്നതും യാത്ര ചെയ്യുക, അതിന്റെ ചില്ലുകൾ താത്തി വെച്ച് യാത്ര ചെയ്യാൻ കഴിയുന്നതും AC-യിൽ യാത്ര ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇനി പുറത്തിറക്കേണ്ടി വരുമെന്ന്. കാറിലാണ് എന്നുള്ളത് കരുതി നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് ആ വാർത്ത സൂചിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.